ഹായ് എല്ലാവർക്കും അവർ ജനുവിന്റെ തിരുവോണ ആശംസകൾ. അപ്പോ ബുർജ് ഖലീഫയാണ് ആ കാണുന്നത്. ബുർജ് ഖലീഫ അത് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 800 മീറ്ററാണ്. ഞങ്ങൾ ഇറക്കി പോയിട്ടില്ല, അതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല, കയറാൻ പറ്റിയിട്ടില്ല. ഉണ്ടാവാനായിട്ട് ഒരു ദിവസം പോകുന്നുണ്ട്. പ്രശ്നം ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റും. തീർച്ചയായും ഡ്രീം കാണുക. കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അത് റെയിലേക്ക് വരും. നമ്മള് ഏത് ഹോട്ടലാണ് പറയുന്നത്? നോട്ട് ബുക്ക് അല്ലേ? നോട്ട് ബുക്ക് നമ്മള് നമ്മുടെ എക്സിറ്റാണ് കേരളത്തിൽ. ഇതേ പിടിച്ച് നമുക്ക് പോകണം. ലോകത്തിലെ ഏറ്റവും ടല്ലസ്റ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ ബുർജ് ഖലീഫ. എല്ലാവർക്കും അറിയാം, അത് ജസ്റ്റ് പറഞ്ഞു മാത്രം. ഞങ്ങളങ്ങനെ ജബൽ തമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 5 കിലോമീറ്റർ ആ നേരെ കാണുന്ന കൺസ്ട്രക്ഷൻ വർക്ക് എത്തിക്കാതെ റെയിൽവേയാണ് നേരെ കാണുന്നത്. സ്റ്റാർട്ടായിട്ടില്ല. ചില ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയാതെ റെയിൽവേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഗുഡ്സ് മാസത്തിൽ സ്റ്റാർട്ടായിട്ടാണ് അറിവ്. ഇത് കംപ്ലീറ്റ് നേരെ കാണുന്നത്. അതാണ് എത്തിക്കാതെ റെയിൽവേയാണ്. അതിങ്ങനെ നീണ്ട് ജബലി മെയിൻ ഗേറ്റ്, ജബലി പോസ്റ്റ് മെയിൻ ഗേറ്റ് വരെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. 10 സെറ്റ് കാണുന്നത് അത് റെയിൽവേയുടെ അത് നമ്മൾ ജബലി തമ്മിലേക്ക് ഒരു ടെസ്റ്റ് 4 കിലോമീറ്റർ അടുത്ത എക്സിറ്റ് കാരണം ഈ എക്സിറ്റ് എന്താ നേരത്തെ പറഞ്ഞ ഈ റോഡ് പോകുന്നത് ജബലി റിസോർട്ടാണ്. ജബലി റിസോർട്ട് മെയിൻ ഗേറ്റിന്റെ പുറത്തേക്ക് അപ്പൊ ജബലി കമ്മ്യൂണിറ്റി കയറാനുള്ള എക്സിറ്റ് ആണ് ഈ കാണുന്നത്. D86 ഫസ്റ്റ് അൽ കെയിൽ സ്ട്രീറ്റ്. ആ എക്സിറ്റ് ആണ് നമുക്ക് D86. ഇവിടെ പോയി നമ്മൾ പറ്റുന്ന ലാസ്റ്റ് ഒരു സൈൻ ബോർഡ് ഉണ്ട്, വലിയ സൈൻ ബോർഡ്. റൈറ്റ് നമ്മൾ റൈറ്റ് ടേൺ ചെയ്യണം. ഫസ്റ്റ് അൽട്ടൈൽ സ്ട്രീറ്റ് ശ്രീ ഗാർഡൻ ആ എക്സിറ്റ് ആണ് പോകേണ്ടത്. നമുക്ക് ടെമ്പിളിലേക്ക് പറഞ്ഞ 1 കിലോമീറ്ററോളം D86 എക്സിറ്റ്. ഫസ്റ്റ് അൽട്ടൈൽ സ്ട്രീറ്റ് ദി ഗാർഡൻ D86 ഞാൻ ടെമ്പിളിലേക്ക് റോഡ്. അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി അമ്പലത്തിന്റെ ഫ്രണ്ട് വശമാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ക്യാമറ കൊണ്ടുപോകാനുള്ള അലൗഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പെട്ടെന്നാണ് ഗുരു നാനാക്ക് ദർബാർ ഇത് കാണുന്നത്. അതിന്റെ മുമ്പ് ട്രക്ക് എന്ന് പറയുന്നത് എന്റെ സൈൻ ബോർഡ് തടസ്സമായിക്കാണ്. അപ്പൊ അത് നമ്മളോട് കാണിക്കാം. സിഖുകാരുടെ പക്ഷെ നമുക്ക് എല്ലാ ആളുകൾക്കും ഇവിടെ പോകാം. സിഖുകാർക്ക് മാത്രമല്ല, പക്ഷേ അത് ഗുരു നാനാക്കിന് അവരുടെ ഈ ടെമ്പിള് ഇവിടെ എല്ലാവർക്കും പോകാം. ഞങ്ങൾ 3 തവണ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഗുരു നാനാക്ക് ദർബാർ. അപ്പുറത്താണ് ഇവിടെ ജബലി ടെമ്പിൾ. അതല്ലോ ശരിക്കും മുന്നൂടെ പട്ട അലൗദില്ല. എന്താണെന്ന് അറിയില്ല, പക്ഷെ പോകുന്നു. ജബലി ടെമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദു ടെമ്പിൾ ദുബായിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ സ്പോട്ട് ജബലിയാണ് കേട്ടോ. ഓക്കെ, ഈ 2 ചർച്ച കൂടി കാണിക്കാറുണ്ട്.
അത് വഴിയെ കാണിക്കാം. ഇത് ചർച്ചാണ് കേട്ടോ. ഞങ്ങൾ ടെമ്പിളിൽ ഇറങ്ങി ഇപ്പൊ ചർച്ചിന്റെ മുന്നിൽ വന്നിട്ട് കണ്ടില്ലേ, ചർച്ചിന്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ചർച്ച്, ക്രൈസ്റ്റ് ചർച്ച്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള ചർച്ചാണ് മോർ ജീസസ് സിറിയൻ. ഓക്കെ, ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചർച്ച കൊണ്ടുണ്ട് ഈ കാണുന്നത്. നമ്മളിവിടെ കണ്ടിട്ടുള്ള 3 ചർച്ചകളാണ്. ഓരോ സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ചർച്ചില്ല. ശേഷമുള്ള ജബലില് ന്യൂല് ഹൈപ്പർ മാർക്കറ്റിന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. ഞങ്ങളിവിടെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലുള്ള നോട്ട്ബുക്ക് റെസ്റ്റോറന്റിലാണ് സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സദ്യയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. ഞങ്ങളിവിടെ നോട്ട്ബുക്കിലെത്തി. ഇവിടെ നല്ല തിരക്കാർന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ പേര് വിളിച്ചതിനായിട്ടാണ് ഉള്ളിലേക്ക് കടന്നത്. 24 തരം കറികളും 2 തരം പായസം, പഴം, പപ്പടം. അപ്പൊ ഞങ്ങള് ഓണപ്പത്തിക്കും കഴിച്ച് ഞങ്ങളിപ്പോ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ എല്ലാ കറികളും ഒന്നും വെച്ചാറുള്ളൂ. ഇതിന്റെ മോനെ ഏതാ കറി ഇഷ്ടപ്പെട്ടത്? എനിക്കിതിന് ഇഷ്ടപ്പെട്ട കറി പറയാന്ന് വെച്ചാൽ പൈനാപ്പിൾ കറി ഇഷ്ടമായി. പിന്നെ പയറ് തോരൻ, ഉപ്പേരി എന്ന് പറയും, ചില തോരൻ എന്ന് പറയും. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടമായത്. എനിക്ക് പൈനാപ്പിൾ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പൈനാപ്പിൾ കറി പഴുക്കറി ഇഷ്ടമായി. പൂക്കറി മാങ്ങാച്ചാട്ടാണ്, അതും ഇഷ്ടമായി. മാങ്ങാച്ചാട്ട് പറഞ്ഞ രസമില്ല, ഭയങ്കര രസമായിരിക്കും. കറികളൊക്കെ ഒന്നിനൊക്കെ മെച്ചം തന്നെയാണ്. ഒന്നിനൊക്കെ മെച്ചം തന്നെ കറികളൊക്കെ. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഓണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ ഓക്കെ, ബൈ.